നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റി അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ലേൺ ചെയ്യുക, ഏൺ ചെയ്യുക, അതാണ് നമ്മുടെ സ്ട്രാറ്റജി. നിഫ്റ്റി അനാലിസിസ് എടുക്കാം ഫാസ്റ്റ്. ഇത് നിഫ്റ്റി നമ്മൾ ബിഗർ ടൈം ഫ്രെയിമിൽ ഇവിടുന്ന് ഒരു സപ്പോർട്ട് എടുക്കുമെന്നാണ് നമ്മൾ പറഞ്ഞായിരുന്നു. ഓൾമോസ്റ്റ് പ്രൈസ് ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറിയതാണ്, റൈറ്റ്. ഇതൊക്കെ എല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം, ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. സോ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. ഇപ്പോൾ നിഫ്റ്റി കിടക്കുന്നത് ഇവിടെ റെസിസ്റ്റൻസ് സോണിലാണ്, റൈറ്റ്. നമ്മൾ ഇത്ര ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റിൽ നല്ല ബൈങ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ ബൈങ് ഇവിടെ നിന്ന് ജനറേറ്റ് ആയി ആൻഡ് ദെൻ വീണ്ടും മുകളിലേക്ക് പ്രൈസ് പോവുകയാണ്. റെസിസ്റ്റൻസ് വീണ്ടും ഇതൊക്കെ എല്ലാം ഉണ്ട് കേട്ടോ, ശ്രദ്ധിക്കുക റെസിസ്റ്റൻസ് സോൺ. ബട്ട് ഇനി വരുന്നത് നമുക്ക് സ്മോൾ ടൈം ഫ്രെയിമിൽ, ബിഗർ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ 1 2, ഓക്കെ, ഇത് 1 അവറിലാണ്. 1 2 3 മേ ബി 4 ആയിട്ട് 5 ആകുമെന്നാണ് നമുക്ക് നോക്കാം ബിഗർ ടൈം ഫ്രെയിമിൽ. ഓക്കെ, ബട്ട് സ്മോൾ ടൈം ഫ്രെയിമിൽ വരികയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ 1 2 സ്റ്റിൽ തേർഡ് ആണ്. ബട്ട് യെസ്, ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം വെച്ചാൽ ഈ ഒരു ഫോൾ ഓൾമോസ്റ്റ് സിമിലർ ആണ്. സോ ഇത് 4th ആണോ ആൻഡ് ദെൻ 5th ആണോ, അതാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, സോ ഈ ലെവൽ ബാക്കി ഡിലീറ്റ് ചെയ്യുക. ഇന്ന് എക്സാക്ട്ലി റെസിസ്റ്റൻസ് ഈ ഏരിയനെ എടുത്തായിരുന്നു, കണ്ടോ. സ്റ്റിൽ ബുള്ളിഷാണ് മാർക്കറ്റ്, കൺഫ്യൂഷൻ ഒന്നുമില്ല. ഓക്കെ, സോ ഇന്നത്തെ റെസിസ്റ്റൻസ് ഇതാണ്. ഇതിൻ്റെ അബവ് പ്രൈസ് വീണ്ടും പോവുകയാണെങ്കിൽ വീണ്ടും ബൈ വരാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, നമുക്ക് ഇനി നോക്കാനുള്ളത് എന്താണ്, 4th ഓൺഗോയിങ് ആണോ എന്ന്. 4th ഓൺഗോയിങ് ആണ് നോക്കാനുള്ളതാണ്. സോ ഇവിടെ തന്നെ നമുക്ക് ഫിബനാച്ചി വെക്കുക. ഓക്കെ, ഫിബനാച്ചി വെച്ച് നോക്കുകയാണെങ്കിൽ മിനിമം റേഷ്യോ ഇതുവരെ ടച്ച് ചെയ്തിട്ടില്ല. ഓക്കെ, സോ മിനിമം റേഷ്യോയിൽ വന്നാലേ നമുക്ക് എക്സാക്ട്ലി അത് പറയാൻ പറ്റും പ്രൈസ് ഫർദർ ഫോൾ തരും. ഓക്കെ, സോ മിനിമം റേഷ്യോ നമ്മൾ ഏതൊക്കെയാണ്, 25,070 ആൻഡ് 24,980 ആൻഡ് മാക്സിമം എത്ര. ഓക്കെ, സോ ഈ ലെവൽസ് നാളത്തേക്ക് മാർക്ക് ചെയ്ത് വെക്കുക. ഇതിൻ്റെ ബിലോ പോവുകയാണെങ്കിൽ മാത്രമേ ഫർദർ ഫോൾ നമുക്ക് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും ഫോർത്തിൻ്റെ ഫോളായിട്ട് പിന്നെ വീണ്ടും ബൈങ് ജനറേറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, ഇതാണ് നമ്മുടെ നാളത്തെ സപ്പോർട്ട് ലെവൽ. ഇൻ കേസ് 24,908% ഈ ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഫർദർ നമുക്ക് ഫോൾ കിട്ടും. ഏതാ ഈ ഒരു 24,900 ഇത് ഹോൾഡ് ചെയ്ത എന്താണ്, അപ്പോൾ നമുക്ക് പറയാം യെസ്, പ്രൈസ് ഫർദർ അപ്സൈഡ് ഉണ്ടാവും. ബട്ട് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളതാണ്, 4th ഫോൾ ആണെങ്കിൽ ഓൾമോസ്റ്റ് ഇത്രയേ ഉണ്ടാവുള്ളൂ. 5% ഓവർലാപ്പിംഗ് ആണ്, ആ റൂൾ മറക്കണ്ട. ഓക്കെ, സോ ഓവർലാപ്പിംഗ് ആണെങ്കിൽ ഐ തിങ്ക് പ്രൈസ് റിവേഴ്സൽ എടുക്കാനാണെങ്കിൽ ഇവിടുന്ന് ഓർ മാക്സിമം ഇവിടുന്ന് 24,980 ആ ഒരു ഏരിയ 75-80. സോ ഇവിടുന്ന് റിവേഴ്സൽ എടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് തന്നെ റിവേഴ്സൽ എടുത്തിട്ട് തിരിച്ച് കൺസൾട്ടേഷൻ ആൻഡ് ദെൻ വീണ്ടും ബ്രേക്ക് ഔട്ട്. അങ്ങനെയാണ് ഈ 4th ഫോൾ ആണെങ്കിൽ. ഓക്കെ, 4th ആണെങ്കിൽ ഇത് കൺഫ്യൂഷൻ ആണ്, ഇപ്പോൾ ശ്രദ്ധിക്കാം. സോ ഇൻ കേസ് പോവുകയാണെങ്കിൽ ദാറ്റ് മീൻസ് നമുക്ക് ഡൗൺ സൈഡ് തന്നെ പ്ലേ ചെയ്യാം, നോ പ്രോബ്ലം. ബട്ട് ശ്രദ്ധിക്കാനുള്ളതാണ് ഇതാണ്. ഓക്കെ, ഇതിൻ്റെ അബവ് പോവുകയാണെങ്കിൽ 25,220 അബവ് പോവുകയാണെങ്കിൽ പ്രൈസ് ഫർദർ ബുള്ളിഷ്നെസ് തരും. ഫർദർ നമുക്ക് അപ്പ് മൂവ് കിട്ടാനുള്ള ചാൻസസ് ഇനിയും ഉണ്ടാകും. ഓക്കെ, വീക്ക്നെസ് എവിടെയും ഇല്ല, ശ്രദ്ധിക്കുക. ഇനി ഈ ഒരു ലെഗിൻ്റെ നല്ലൊരു ബുള്ളിഷ്നെസ് ഓൺഗോയിങ് ആണ് സ്റ്റിൽ. ജസ്റ്റ് തേർഡ് വേവിൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻ കേസ് ഇത് ഫർദർ തേർഡ് ആണെങ്കിൽ പെർഫെക്റ്റ്ലി 161.80% ആണ് നമ്മുടെ എന്ത് ചെയ്യുന്നത് 25,220. ഓക്കെ, പെർഫെക്റ്റ്ലി അവിടെ നിന്ന് എടുത്തത്. ദാറ്റ് മീൻസ് തേർഡ് വേവ് ഓൾമോസ്റ്റ് തീരാറായി. അതന്നെ തേർഡ് വേവിൻ്റെ ടോപ്പ് ആയിരുന്നു ഐ തിങ്ക് ഇത്. സോ 4th എൻറ്റേർഡ് ആയി എന്ന് പറയാം. ഉണ്ടോ, ഇതാണ് നമ്മുടെ എലിറ്റ് വ്യൂ തിയറി. നമുക്ക് പെർഫെക്റ്റ്ലി നമുക്ക് പറഞ്ഞു തരും എങ്ങനെയാണ്. സോ നമ്മൾ എല്ലാവരും കൂടി ഫോളോ ചെയ്യുക, ആ ബേസിൽ ട്രേഡ് ചെയ്യുക കേട്ടോ. കണ്ടോ, യെസ്, എക്സാക്ട്ലി നമുക്കത് കിട്ടിയിട്ടുണ്ട് ഫർദർ. ഓക്കെ, സോ ഐ തിങ്ക് തേർഡ് ഇവിടെ തീർന്നു. ഇനി 4th ആണ് നമുക്ക് 4th, ബട്ട് കൂടുതൽ ഫോൾ വരാൻ പാടില്ല. ഈ കേസിലാണെങ്കിൽ ഐ തിങ്ക് ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഫോം ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ ട്രയാങ്കിൾ പാറ്റേൺ ഫോം ചെയ്താലേ നമുക്ക് പറയാൻ പറ്റും യെസ് 4th ആണ്, 4th കൺസോളിഡേഷൻ ആണ്, വീണ്ടും ബ്രേക്ക് ഔട്ട് നോക്കി കിട്ടും. ഓക്കെ, ഇതിൻ്റെ ബിലോ പോകാൻ പാടില്ല 980. ഐ ഹോപ്പ് സോ ഇത് ഹോൾഡ് ചെയ്യേണ്ടി വരും 980, എന്നിട്ടേ അത് ശരിയാവുള്ളൂ. അല്ലെങ്കിൽ കൂടുതൽ ഫോൾ ആയി കഴിഞ്ഞാൽ പിന്നെ അത് വീക്ക്നെസ് സൈനാണ്. ഓക്കെ, യെസ്, അത്രേ ഉള്ളൂ എനിക്ക് നിഫ്റ്റിയിൽ പറയാനുള്ളത്. ബാങ്ക് നിഫ്റ്റി പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം. ഞാനൊരു അനലൈസിസ് ആ ഒരു എലിറ്റ് വ്യൂ തിയറി നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുകയാണ്. റെഗുലർ ബേസിസ് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. സോ എല്ലാവരും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്കും കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവും ഡെയിലി വീഡിയോസ് ഷെയർ ചെയ്യാൻ. ഓക്കെ, നമുക്ക് ബാങ്ക് നിഫ്റ്റി അനുസരിച്ച് ബാങ്ക് നിഫ്റ്റി പെർഫെക്റ്റ്ലി റെസിസ്റ്റൻസ് സോൺ. ഓക്കെ, ഇത് കണ്ടു ട്രെൻഡ് ലൈൻ, റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ കുറേ ദിവസമായിട്ട് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ട
അന്ന് ഷെയർ ചെയ്തതാണ് ഈ ബ്ലാക്ക് റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ. പെർഫെക്റ്റ്ലി അവിടുന്ന് പ്രൈസ് റെസിസ്റ്റൻസ് എടുത്തു. ഇനി നെക്സ്റ്റ് എന്താണ്? ഇനി ഫസ്റ്റ് വേവിടെ ഹൈ ബുള്ളിഷ്, ഫസ്റ്റ് വേവ് ഹൈ സപ്പോർട്ടായിരിക്കും ഇനി. ഓക്കെ, റെസിസ്റ്റൻസ് ഇന്നത്തെ ഈ ഒരു ഹൈ. ഓക്കെ, ഫസ്റ്റ് വേവിടെ ഹൈ സപ്പോർട്ടാണ് കേട്ടോ. ഇവിടുന്ന് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ഫസ്റ്റ് വേവ്, സെക്കൻഡ് ആൻഡ് ഇത് തേർഡ്. ഓക്കെ, റൈറ്റ്. സോ ഇനി നമുക്ക് നോക്കാം, ഇത് തേർഡ് ഓൺ ഗോയിങ് ആണെങ്കിൽ ഇത് ലോ പിടിക്കുക ആൻഡ് തേർഡ് വേവ് എക്സ്റ്റൻഷൻ ഫിബനാച്ചി വെച്ചിട്ട് തേർഡ് വേവിൻ്റെ ടാർഗറ്റ്സ് നോക്കാം. എക്സാക്ട്ലി 100% കണ്ട, 100% ആണ് അവിടുന്ന് റിവേഴ്സൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ട, 100% റേഷ്യോ ആണ് അവിടുന്ന് റിവേഴ്സൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രൈസ്. യെസ്, കണ്ട 100% അവിടെ നിന്നാണ് റിജക്ഷൻ എടുത്തുകൊണ്ടിരിക്കുക പ്രൈസ്. സോ ഇനി സ്റ്റിൽ തേർഡാണ്, തേർഡ് ഓൺ ഗോയിങ് ആണ്. ബട്ട് ഇനി നോക്കാനുള്ളത് ഫർദർ ഇതിൻ്റെ അപ്സൈഡ് പോകുന്നുണ്ടോ ഇല്ലയെന്ന്. സോ നമ്മൾ ഈ ഒരു ലെഗ് മാത്രം പിടിക്കുക ഇപ്പോൾ സ്മോൾ ടൈം ഫ്രെയിമിൽ. ഓക്കെ, ഈ ലെഗിനകത്ത് എത്ര മൂവ്സ് ആയിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം. ഈ ലെഗിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 1 2 3 4 and 5. യെസ്, 5 ഓൺ ഗോയിങ് ആണ്. അത് ബുള്ളിഷ് തന്നെയാണ്. ബട്ട് ഇനി ഇവിടെ ഒരു ഡയഗണൽ പാറ്റേൺ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടോ എന്നാണ് എനിക്കുള്ളത്. യെസ്, ഓക്കെ. പിന്നെ ഇനി ഇതിനകത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഒരു ട്രെൻഡ് ലൈൻ, സപ്പോർട്ട് ട്രെൻഡ് ലൈൻ കൂടി. യെസ്, ഇത് ഇവിടുന്ന് ആ ഒരു ട്രെൻഡ് ലൈൻ. യെസ്, ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട്. സോ വീക്ക്നെസ് ഇതും ഷോ ചെയ്യാണ്. യെസ്, ഓക്കെ. ബട്ട് ഇത് 1 2 3 തന്നെയാണോ എന്നാണോ? ഇപ്പോൾ ഇൻറ്റർണൽ കൗണ്ടിങ്സ് കുറച്ച് റെയർ ആണ്, ശ്രദ്ധിക്കുക. ഇൻറ്റർണൽ കൗണ്ടിങ്സ് കുറച്ചുകൂടി ഹാർഡാണ്, ടഫ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, സോ സപ്പോർട്ട്, ഓവറോൾ സപ്പോർട്ട് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ സപ്പോർട്ട്സ് 1 2 3. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇത് ഫിബനാച്ചി ഫുള്ള് വെക്കുക. ഓക്കെ, സോ നമ്മൾ സപ്പോർട്ട്സ് ചെയ്തൊക്കെയാണ്. നെക്സ്റ്റ് സപ്പോർട്ട് പറയുന്നത് ഇത്. ഓക്കെ, പിന്നെ 38.20% ഇതാണ്. ഓക്കെ, പിന്നെ 50% ആൻഡ് ബാക്കി ലെവൽസൊക്കെ ഇതാണ്. ഓക്കെ, സോ ഇത് ശ്രദ്ധിക്കുക. ഇതും ഇൻ ഷോർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ബിഗർ ടൈം ഫ്രെയിമിൽ വരുമ്പോൾ ആക്ച്വലി കൗണ്ടിങ് മാറുന്നുണ്ട്. കണ്ടോ, നമ്മൾ നോക്കുകയാണെങ്കിൽ 1 2, ഇത് ഫുൾ 3 ആണെങ്കിൽ ഫോർത്തിൻ്റെ ഫോൾ വരുന്നുണ്ടോ? ഫോർത്തിൻ്റെ കൺഫർമേഷൻ നമുക്ക് എപ്പോഴും ട്രയാങ്കിളോ 333 കറക്ഷൻ തരുള്ളൂ. ഓക്കെ, ഫോർത്ത് ആണെങ്കിൽ. അപ്പോൾ ഫോർത്ത് എന്തായാലും ഈ റേഷ്യോസിൽ വരണം, ഇത്ര റേഷ്യോസിൽ തന്നെ വരണം. എന്നിട്ട് അവിടെ നിന്ന് റിവേഴ്സൽ എടുത്തിട്ട് പിന്നെ ഫോർത്തിൽ ഒരു പാറ്റേൺ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ വെറുതെ നമ്മുടെ ജസ്റ്റ് ഈ ഒരു പകുതി ഹാഫ് സപ്പോർട്ട്സിന് അങ്ങനെ എടുക്കാനുള്ള ചാൻസസ് കുറവാണ്. സോ എല്ലാവരും കൂടി വെയിറ്റ് ചെയ്യുക, അതിൻ്റെ ആ ഒരു സപ്പോർട്ട്സ് ലെവൽ വരാനുള്ള ചാൻസസ് കൂടുതലുണ്ടാകും. അവിടെ അവർ വന്നിട്ട് എന്തെങ്കിലും ആക്ഷൻ എടുക്കാവുള്ളൂ. ഓക്കെ, ഞാൻ വേഗം ഒന്ന് നെക്സ്റ്റ് പിടിക്കുക. ഇച്ചിരി തിരക്കാണ് കേട്ടോ, ഒരു തിരക്കായിപ്പോയി പെട്ടെന്ന്. നമുക്ക് വേഗം വീഡിയോ തീർക്കാം. ഇത് 1 2 3. ഓക്കെ, സെൻസെക്സ് എക്സാക്ട്ലി അതുപോലെ തന്നെ ഇതിൻ്റെ റേഷ്യോസ് മാർക്ക് ചെയ്ത് വെച്ചോളൂ. 23.38 പോയിൻറ്റ്സ് എല്ലാ റേഷ്യോസ് ഞാനൊന്ന് പറയണ്ടല്ലോ. ഐ തിങ്ക് എക്സാക്ട്ലി എല്ലാവർക്കും അറിയാൻ പറ്റും. 50% വരെ. ഓക്കെ, സോ നിഫ്റ്റിയുടെ പോലെ തന്നെയാണ് ഇതിനകത്ത് വേറെ ലെവൽസ് ഇതിനകത്ത് എനിക്ക് ഷെയർ തന്നെ. നിഫ്റ്റി മിഡ് ക്യാപ്സിലിട്ട് പോകാം, കുറച്ച് തിരക്കാണ് കേട്ടോ. നിഫ്റ്റി മിഡ് ക്യാപ്സിൽ സ്റ്റിൽ ബുള്ളിഷാണ്, തേർഡ് ഓൺ ഗോയിങ് ആണ്. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ വേഗം ഇവിടുന്ന് ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ വരച്ച് വെക്കുക. മോസ്റ്റ്ലി ഞാൻ പറയാറുണ്ട് എപ്പോഴും, കൂടുതൽ ചാൻസസ് എപ്പോഴും തേർഡ് വേവ് ആണെങ്കിൽ ചാനലിൻ്റെ ചാൻസസ് ഉണ്ടാവാൻ കൂടുതലാണ്. ചാനലാണ് ഉണ്ടാക്കാറുള്ളൂ. ചാനലിൻ്റെ ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഫർദർ നമുക്ക് വീക്ക്നെസ് കിട്ടും. ദാറ്റ് മീൻസ് നമ്മൾ നെക്സ്റ്റ് വേവിൽ എൻറ്റേർഡ് ആയിനാണ് നമുക്ക് എപ്പോഴും പറയാൻ പറ്റും. ഓക്കെ, സോ ബാക്കി എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് സോ മച്ച്.